ഹേ ഗായ്സ്, എല്ലാ സൺഡേയും പോലെ അല്ല കേട്ടോ ഇന്ന് വിമൻസ് ഡേ ആണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. ഇന്ന് ഞാനൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് അർജുന സ്റ്റുഡിയോയിൽ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഡാൻസ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഇവിടെ ആൾക്കാരൊക്കെ ആയായിരുന്നു. വിമൻസ് ഡേ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വന്നേക്കുന്നത്. അവിടെ നമ്മൾ ആദ്യം എല്ലാവരും ഇട്ട് പരിചയപ്പെടാൻ കുറച്ച് വൈകിയെങ്കിലും നമ്മൾ ആ ഒരു ഐസ് ബ്രേയിങ് സെഷൻ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെല്ലാവരും മിങ്കിളായിട്ടോ. ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ഫ്രണ്ടാണ് ആതിര. അങ്ങനെ നമ്മളൊരു ചിന്ന ബ്രേക്കൊക്കെ എടുത്ത് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. PU ബോലെ എന്നുള്ള അടിപൊളി പാട്ടിനായിരുന്നു കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നത്. വൃന്ദ ചേച്ചി വന്നു. ചേച്ചി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആൾ ഒരു മടിയും കൂടാതെ നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടാണ് അടുത്ത ഓരോ സ്റ്റെപ്പും പറഞ്ഞു തരുന്നത്. ആൾ നമ്മുടെ കൂടെ കളിച്ചു. എന്താ പറയുക, നമ്മളെ ചെറിയ ചെയ്യാനും ഒക്കെ ആൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സത്യം പറഞ്ഞാൽ. അത് നമ്മുടെ കൂടെയുള്ളവരും എല്ലാവരും നമ്മൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്ക് ഗ്രൂപ്പായിട്ട് കളിക്കാനും. Skies and golden leaves, and I'll drive all day with not a care in the world. Amber eyes, you're giving me butterflies, so I'll drive all day with not a care in the world. അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാനൊരു അവസരം കിട്ടിയിട്ടോ ചേച്ചിയുടെ കൂടെ. എത്ര വട്ടം കളിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. സമയം പോയത് നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇന്ന് എനിക്ക് കുറച്ച് വയ്യായിരുന്നു. എന്നാൽ പോലും ഇന്ന് ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഭയങ്കര വലിയ നഷ്ടമായി പോയനെ. അങ്ങനെ നമ്മൾ പിന്നെ ഫോട്ടോസ് കാര്യങ്ങളെടുത്തു. ചേച്ചി എന്താ പറയുക, അടിപൊളിയാണ് ആൾ. പിന്നെ അവരുടെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ റിവ്യൂ പറഞ്ഞു. പിന്നെ അവരുടെ സൈഡിൽ നിന്നൊരു ടോക്കൺ ഓഫ് ലവ് നമുക്കുണ്ടായിരുന്നു. ചേച്ചി പിന്നെ ഹഗ് ചെയ്ത് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ലിയാണ് ചേച്ചി. അപ്പോൾ ഇനി ഇങ്ങനെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളും അറ്റൻഡ് ചെയ്യണം. പത്രേ ഉള്ളൂ.